പത്തനംതിട്ട ആറന്മുളയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ഇതര സംസ്ഥാന തൊഴിലാളികളോട് കടുത്ത അവഗണന എന്ന പരാതിയിൽ ഇടപെട്ട് മന്ത്രി എ.പി. അനിൽകുമാർ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ഭക്ഷണം കിട്ടാതിരുന്ന അതിഥി തൊഴിലാളികൾക്ക് ഭക്ഷണവും എത്തിച്ചു. വിമർശനങ്ങൾ സഹിഷ്ണുതയോടെ കേൾക്കുമെന്നും പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അതിനകത്ത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാകും. ഒറ്റപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ. ആറന്മുളയാണ് അത് അത്തരമൊരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഒരു സ്ഥലത്ത് ആ നിമിഷം തന്നെ അത് ഞങ്ങൾ ഗൗരവത്തോടെ എടുത്തു. കളക്ടർക്ക് നിർദ്ദേശം നൽകി അവിടെ ഭക്ഷണം നൽകുവാനും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി. ശ്രീരാജ് ബാബു വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീരാജ്, എന്തായാലും വലിയ ദുരിതമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. അതിഥി തൊഴിലാളികൾക്ക് അത് ന്യൂസ് മലയാളമാണ് രാവിലെ ആ വാർത്തയും ദൃശ്യങ്ങളും ഒക്കെ പുറത്തുവിട്ടത്. എന്തായാലും അതിൽ ഒരു ഇടപെടൽ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. എന്ത് പരിഹാരം ആണ് മന്ത്രി കാണാമെന്ന് പറഞ്ഞിരിക്കുന്നത്? ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവിടുത്തെ വിഷയം പരിഹരിക്കാൻ എന്നാണ് മന്ത്രി എ.പി. അനിൽകുമാർ പറഞ്ഞത്. ദുരിതാശ്വാസ ക്യാമ്പിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഇനി ഉണ്ടാകില്ല. വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് സഹിഷ്ണുതയോടെ കേൾക്കും, പരിഹരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആറന്മുളയിലെ ക്യാമ്പിൽ മാത്രമാണ് അത്തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. അത് പരിഹരിക്കും, ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വാതി. ശരി ശ്രീരാജ്, എന്തായാലും ന്യൂസ് മലയാളം വാർത്തയിലാണ് ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. രാവിലെ നമ്മൾ കണ്ടതാണ്. വലിയ ദുരിതത്തിലായിരുന്നു അതിഥി തൊഴിലാളികൾ ക്യാമ്പിൽ കഴിഞ്ഞിരുന്നത്. ഒരിടത്ത് തന്നെ 20 അധികം ആളുകൾ ഒരു മുറിയിൽ കഴിയുന്ന ഒരു രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാകും. അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കും. ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രി എ.പി. അനിൽകുമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.